നമസ്കാരം സുഹൃത്തുക്കളെ, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 16ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 141/2023. അപ്പൊ നമ്മൾ 21ത്തെ LGS ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23ലേക്ക് കടന്നു. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും താഴെ കമന്റുകൾ എഴുതി അറിയിക്കുക. ഷോർട്ട് ക്ലാസ്സുകൾ ഉണ്ട്, അതും ഒപ്പം ഫോളോ ചെയ്തിട്ട് വരിക. LGS തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിച്ചിരിക്കും. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് എന്ത്? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡം ആണ്. അപ്പൊ നമ്മളിങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫെയർ എന്ത് ചെയ്യും? ലാസ്റ്റ് ഭാഗത്ത് അപ്ഡേറ്റ് ചെയ്തു തരും കേട്ടോ. ലാസ്റ്റ് ഭാഗം ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് ലാസ്റ്റ് ഭാഗത്ത് ഏതൊക്കെയാണോ കറണ്ട് അഫെയറിൽ ഉള്ളത് ആ കറണ്ട് അഫെയർ ഭാഗങ്ങളുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇതുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗത്തെ ആ വർഷത്തെ പഠിക്കണ്ട കേട്ടോ. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഏതാണ്? കുഴങ്ങളാണ്. ഇവിടെ വള്ളത്തോൾ പുരസ്കാരം നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. ഇപ്പൊ അറിയാലോ, തുടർച്ചയായിട്ടും കേന്ദ്രത്തിലെ ധനമന്ത്രി ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം AN-225 മറിയ. 2021 ഇവിടെ ധ്യാൻചന്ദ് പുരസ്കാരം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തു തരാം. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ഇവിടെ ഇത്രയും കാലം ആരായിരുന്നു? AN ഷംസീർ ആയിരുന്നു. ഇപ്പൊ നിയമസഭാ സ്പീക്കറായിട്ട് ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലെ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇനി 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എവിടെയാണ്? ഖത്തറാണ് അല്ലെ? ഫിഫ വേൾഡ് കപ്പിന് 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഖത്തറാണ്. അപ്പൊ ഈ വർഷം 2026 എന്ത് നടക്കേണ്ട? ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് എവിടെയാണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ് 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ഡേറ്റ് ചെയ്തെന്ന ആൻസർ ആണ്. താഴെ കമന്റ് ചെയ്യുക കേട്ടോ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ, അതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സിറിയക് ജോസഫ്. കേരളത്തിലെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം എന്നാണ്. മലബാർ തീരസമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ് അല്ലെ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ. ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നതാണ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ് കേട്ടോ. ഉത്തരായന രേഖയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ നമുക്കറിയാം ഇങ്ങനെ ഒരു ഭൂഗോളത്തിൽ നമുക്കറിയാം സെൻട്രൽ അല്ലെ? എന്താണ് നമ്മുടെ നമുക്കറിയാം 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? ഇത് 0 ഡിഗ്രി അക്ഷാംശ രേഖ, 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ, അങ്ങനെ പഠിക്കാറുണ്ട്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അറിയാത്ത ക്വസ്റ്റ്യൻസ്. മാന്നാർ കടലിടുക്കാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊല്ലം ടു കോട്ടപ്പുറമാണ് ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊല്ലം, കോട്ടപ്പുറം. അതേപോലെ നാഷണൽ വാട്ടർ വേ ആണ് അല്ലെ? 1 അലഹാബാദ് ഹാൽഡിയ ആണ്, 2 സാധ്യ ധൂബ്രി, 4 കാക്കിനഡ പുതുച്ചേരി കേട്ടോ. കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ്ജ ധാതു. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്തതാണ് അല്ലെ? കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തീരദേശ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ്ജ ധാതു തോറിയം ആണ് അല്ലെ? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, തോറിയം ഇതൊക്കെയാണ് ഏതിൽ കിട്ടുക? നമ്മുടെ കേരളത്തിലെ തീരദേശങ്ങളിൽ നിന്ന് കിട്ടുക കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം, ഏറ്റവും വലുത് മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ.
കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് പ്രാഥമിക മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ, സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ്, അത് അറിയാലേ നമുക്ക്, എന്താണ് പൊതുമേഖലാ സംരംഭം? ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. ഇപ്പൊ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യണേ, മിനിങ്ങാന്ന് വന്നൊരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോയില് എത്ര സ്റ്റാർ ആണ് ഉള്ളത്? ഇതുവരെ 17 ആയിരുന്നു, ഇപ്പൊ 18 സ്റ്റാർസ് ആണ് കേട്ടോ. 18 സ്റ്റാർസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോയില് ഇപ്പോ. വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഏത് നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏതാണ്? ആനന്ദമഠം എന്ന നോവൽ. ഇതൊരു പഠിക്കണേ. നമ്മുടെ രാഷ്ട്രഗീതം ഏത്? വന്ദേ മാതരം. ഒന്നാമത്തെ ചോദ്യം. ഏത് വർഷമാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1882. ഏത് നോവലിസ്റ്റ്? മൂന്നാമത്തെ ചോദ്യമാണ്. പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ബംഗാളി നോവലിസ്റ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം. ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാലാമത്തെ ചോദ്യം. ഇത് ഏത് ആസ്പദമാക്കിയിട്ടാണ്? ആനന്ദമഠം എന്നുള്ളത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു നോവലാണ് കേട്ടോ. അതൊരു നോവലാണ്. അഞ്ചാമത്തെ ചോദ്യം. ഏത് ഭാഷ? ബംഗാളി ഭാഷ. ആറാമത്തെ ചോദ്യം. ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദ്യ വിഷയം ഏതാണ്? സന്യാസി കലാപം. ആനന്ദമഠം എന്ന നോവലിൽ ആസ്പദമായ വിഷയം സന്യാസി കലാപം. എത്ര ചോദ്യമായി? 7 ചോദ്യമായി. 7 ചോദ്യവും ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 7 ചോദ്യവും പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ്? 52 സെക്കൻഡ് ആണ്. ദേശീയ ഗാനവും ഏത് ഭാഷയിൽ തന്നെയാണ്? ബംഗാളി ഭാഷയിൽ തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായി ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത്. സരളാദേവി ചൗധരിയാണ്. സരളാദേവി ചൗധരി. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. 1976 ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി പ്രകാരമാണ് അല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാമത്തെ ഭേദഗതിയാണ്. വർഷം 1976. ഈ ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും വേർപെടുത്തിയത് 44ാമത്തെ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 എന്താണ്? പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്ന ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? താഴെ പറയുന്നതിൽ ഒരു അവകാശം നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട ഏതാണ്? ഇഷ്ടമുള്ള തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം അല്ലെ? തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം ഏതിൽ വരില്ല? മൗലിക അവകാശത്തിൽ വരില്ല. അത് ഏതിലാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് കേട്ടോ. മാർഗനിർദ്ദേശക തത്വത്തിൽ വരുന്നതാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത്. മേലൊരു സാധനം വീണു കേട്ടോ, അതുകൊണ്ട് സോറി. ഓക്കെ. വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുന്നു അല്ലെ? 14 ഈക്വാലിറ്റി അല്ലെ? സമത്വത്തിനുള്ള അവകാശം ഏതാണ്? മൗലിക അവകാശത്തിൽ വരുന്നതാണ്. അതായത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 21 വന്നല്ലോ. 35ന്റെ ഇടയിലാണല്ലോ 21. വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 25 to 28 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശമാണ് 14. തുല്യ ജോലിക്കുള്ള തുല്യ വേതനത്തിനുള്ള അവകാശം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 39. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായിട്ട് ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചിട്ടാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 86ാം ഭേദഗതി. ഇതിൽ നിന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തരാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതു ആർട്ടിക്കിൾ പ്രകാരമാണ്
6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിത വിദ്യാഭ്യാസവും മൗലിക അവകാശമായിട്ട് ഉറപ്പു നൽകിയത് ആർട്ടിക്കിൾ 21A. അതേപോലെ ചോദിച്ചിട്ടുണ്ട് എത്രാമത്തെ ഭേദഗതി, അത് നമ്മളിപ്പോൾ പഠിച്ചു, 86ാമത്തെ ഭേദഗതി. ഏതു വർഷം? 2002. പഠിക്കണം. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ? അതൊരു ചോദ്യമായിരുന്നു. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. 4 ചോദ്യങ്ങൾ ഇവിടെ പഠിക്കണം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തുകയും 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക കടമകൾ ഇത്ര നേരം പറഞ്ഞിട്ട് 7 മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയത്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ 1978 ആയ സമയത്ത് 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശം 6ആയി മാറി. അതായത് സ്വത്തവകാശത്തിനെ എടുത്തു മാറ്റി. അതൊരു മൗലിക അവകാശം ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ ഒരു നിയമ അവകാശമാക്കിയിട്ട് മാറ്റി. താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32ാം വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? 2005-ലാണ്. വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അതിന് പ്രചോദനമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദ്യം. ഇതാണ് ആൻസർ. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ടോ? ഇല്ല. കമ്മീഷൻ ഒരിക്കലും അങ്ങനെ ശിക്ഷാ നടപടികൾ ഇത്ര വർഷം തടവ് ഇത്ര വർഷം ഒന്നുമില്ല. അതിന് ഫുൾ അധികാരം ആർക്ക് തന്നെയാണ്? മജിസ്ട്രേറ്റിന് തന്നെയാണ്. എന്നാൽ ഇതൊക്കെ പഠിച്ചു വെച്ചേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്, എന്നാൽ ശിക്ഷ വിധിക്കാൻ അധികാരമില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്ന്? നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ചത് 47 ജൂലൈ മാസം 22. 1947 ജൂലൈ മാസം 22. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ, കൊട്ടിയോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? മാപ്പിള കലാപങ്ങൾ വില്യം ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്? അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി? തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിബായി. രാജ്യസമാചാരം എന്ന പത്രം രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത്. 1946-ലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയുണ്ടായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഉടമ്പടി നടന്ന വർഷം 1792. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം? 1891. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം?
ഓസ്ട്രേലിയ ആണ് അല്ലേ? ഓസ്ട്രേലിയ ആണ് ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻ ചന്ദ് അല്ലെ? അതുകൊണ്ടാണ് മേജർ ധ്യാൻ ചന്ദിന് എന്ത് ചെയ്തത്? പിന്നീട് ഈ ധ്യാൻ ചന്ദിന്റെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് അല്ലെ? മേജർ ധ്യാൻ ചന്ദ് പുരസ്കാരം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ധ്യാൻ ചന്ദ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടിലാണ് അല്ലെ? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട്ട് തടാകം, വയനാട് ജില്ല. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരം ലഭിക്കുന്നത് ഭട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാറ്. 5 തിണകളിൽ നെയ്തൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നെയ്തൽ കടൽ തീരത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. നെയ്തൽ കടൽ തീരമാണ്. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉമണർ. ഉപ്പ് വ്യാപാരി ഉമണർ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ബൽഗാം സമ്മേളനമാണ്. ബൽഗാം സമ്മേളനം നടന്നത് 1924 ഓക്കെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 നടക്കുന്ന സമയത്ത് INC സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതുണ്ടല്ലോ, ആ INC സമ്മേളനം നടന്നത് ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ലാഹോർ സമ്മേളനം നമുക്കറിയാം 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ് കേട്ടോ. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അടിത്തറ പാകിയ യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെന്റിക് പ്രഭു. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര്. കഠിനമായ പദാർത്ഥം പല്ലിന്റെ ഇനാമലാണ്. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ഉളിപ്പല്ല്. ഏതു ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക്? നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ കാണാൻ സാധിക്കും. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതമാണ്. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗം ഏതാണ്? മന്ത് നമുക്കറിയാം അല്ലെ, ക്യൂലെക്സ് കൊതുകാണ് അല്ലെ. മന്ത് ഏതാണ്? ക്യൂലെക്സ് ആണ് അല്ലെ. അപ്പൊ 4 വരുന്ന ഓപ്ഷൻ ഒക്കെ മാറ്റിക്കേ. പിന്നെ കോളറ, നമുക്ക് ഇത് വരുമോ? കൊതുകിലൂടെയാണോ കോളറ വരുന്നത്? അല്ല അല്ലെ. ആണോ? കൊതുകിലൂടെയാണോ കോളറ വരുന്നത്? കുഷ്ഠം, മലമ്പനി, കോളറ പറയൂ. 1 മുതൽ 4 വരെ ഇനങ്ങൾ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗം. 1ഉം 3ഉമാണ് അല്ലെ. കൊതുക് മുഖേനയല്ല കുഷ്ഠവും കോളറയും ഒക്കെ വരുന്നത്. ഇതെല്ലാം ബാക്ടീരിയകൾ മൂലമാണ് ഏത് വരുന്നത്? കുഷ്ഠവും കോളറയും. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് കോഴിക്കോട്.
അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 78%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ്, അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? നൈട്രജൻ ആണ്. 21% ഓക്സിജൻ ട്ടോ. ചന്ദ്രശംഖര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ചന്ദ്രശംഖര, ലക്ഷഗംഗ, ഓർഡിനറി, ലക്ഷദ്വീപ് ഓർഡിനറി ഒക്കെ തെങ്ങിന്റെ സങ്കരയിനങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? മണ്ണിന്റെ ജൈവാംശം വേണ്ടി തിരിച്ചറിയാൻ ഏത് രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് പറ്റുക? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പഠിച്ചു വെക്കണം ട്ടാ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21 ലോക വനദിനം. ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. സിങ്കിന്റെ അയിര് കലാമിനാണ്. ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. കോപ്പറിന്റെ അയിരാണ് ഏത്? കുപ്രൈറ്റ്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏത്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നത് ഹീലിയം ആണ് കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഓക്സിജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നു ഏത് സമവാക്യമാണ് ശരി അല്ലാത്തത്? വേഗത കാണാൻ എന്താ ചെയ്യുക നമ്മൾ? വേഗത കാണാൻ ഇക്വേഷൻ എന്താണ്? വേഗത കാണാൻ ദൂരം, ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം അല്ലെ? ദൂരം ഇൻറ്റു സമയം. ഡിസ്റ്റൻസ് കാണാൻ എന്താ? വേഗത ഡിവൈഡഡ് ബൈ ടൈം. ടൈം കാണാൻ അതേപോലെ ഓപ്പോസിറ്റ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇതാണ് വേഗത. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 കേട്ടോ. അവിടെ 38, 39 അടുപ്പിച്ച് നമ്പറാണ്, അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം F-ഉം പവർ P-യും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം. ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കാൻ P = 1/F കേട്ടോ. ആൻസർ A ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കറണ്ട് അഫെയറിൽ ആ കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ കറണ്ട് അഫെയറിൽ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചു. നമ്മൾ അതെങ്ങനെ പഠിക്കുക? COP പറഞ്ഞിട്ട് പഠിക്കാറുണ്ട് അല്ലേ? 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി, അതായത് COP 30 നടന്നത് ചിലപ്പോൾ ഈ വർഷമല്ല കേട്ടോ. അധികവും തരുന്നത് ഈ വർഷമല്ല തരിക, ഇതായിരിക്കും തരുന്നത്. സാധാരണ എക്സാമുകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. COP 30 വന്നിട്ട് ബ്രസീലിലാണ് കേട്ടോ. കഴിഞ്ഞ വർഷം കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ഐക്യരാഷ്ട്ര സംഘടനയുടെ നടന്നത് ബ്രസീലിലാണ്. ഈ വർഷം 2031 നടക്കുന്നത് തുർക്കിയിലാണ്. അടുത്ത വർഷം 2027 നടക്കുന്നത് COP 32 എത്യോപ്യയിലാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം, ഈ വർഷം, അടുത്ത വർഷം അങ്ങനെ പഠിച്ചോ. കഴിഞ്ഞ വർഷം 30 തുടങ്ങുക കേട്ടോ. 30 തുടങ്ങുക. 30 ബ്രസീൽ കഴിഞ്ഞ വർഷം. ഈ വർഷം 31 എവിടെയാ? തുർക്കി. അടുത്ത വർഷം 32 എത്യോപ്യ. ബ്രസീല്, തുർക്കി, എത്യോപ്യ. 30, 31, 32. 30, 31, 32. നമ്മളിങ്ങനെ നമ്മുടെ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നില്ലേ ലണ്ടനിൽ വെച്ചിട്ട്? വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ഏതാണ്? 1930, 1931, 1932 അതല്ലേ? അപ്പൊ 30 COP 30 2025 ബ്രസീല്, COP 31 2026 തുർക്കി, പിന്നെ 32 അല്ലേ? 32 ഏതാ? 2027 എത്യോപ്യ. അവിടെ അതൊക്കെ. ഇനി വള്ളത്തോൾ അവാർഡ് 2019 കൊടുത്തത് തന്നെയാണ്, പിന്നെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇതുവരെ നോട്ട് അനൗൺസ്ഡ് ആണ്.
2019 പോൾ സക്രയ്ക്ക് കൊടുത്തത് തന്നെയാണ് വള്ളത്തോൾ അവാർഡ്. പിന്നീട് അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോഴത്തെ കേരള ലോകായുക്ത ആരാന്ന് ചോദിച്ചാൽ അനിൽകുമാർ ആണ്. കേരള ലോകായുക്ത അനിൽകുമാർ ആണ്. ഇപ്പൊ ഈ സ്ലൈഡിൽ കാണിച്ചത് ഇപ്പൊ ആകെ 1 2 3 4 കറണ്ട് അഫെയർ ആണ് നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ. 4 എന്നും സ്ഥിര സാന്നിധ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, പഠിച്ചോളണം കേട്ടോ. പിന്നെ മേജർ ധ്യാൻചന്ദ് അല്ലെ, ഖേൽരത്ന പുരസ്കാരമായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്, പിന്നീട് അതിന് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം എന്ന് പേര് മാറ്റി. അപ്പോ 2025 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, 4 പേർക്കാണ് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഗുഗേഷ് ഏതാ ചെസ് ആണ് കേട്ടോ, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പിന്നെ നമ്മുടെ മനു ഭാക്കർ ഷൂട്ടിംഗ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. 4 കാര്യങ്ങൾ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോപ്പ് 30, 31, 32 ലണ്ടനിലെ വട്ടമേശ സമ്മേളനങ്ങൾ ഓർക്കുക കേട്ടോ. 30, 31, 32 അതേതിൽ ഓർക്കുക. കഴിഞ്ഞ വർഷം, ഈ വർഷം, അടുത്ത വർഷം. കഴിഞ്ഞ വർഷം ബ്രസീൽ, ഈ വർഷം തുർക്കി, അടുത്തത് എത്യോപ്യ. വള്ളത്തോൾ അവാർഡ് 2019 കൊടുത്തത് തന്നെയാണ് പോൾ സക്രയ്ക്ക്. കേരള ലോകായുക്ത അനിൽകുമാർ, മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ഗുഗേഷ്, മനു ഭാക്കർ, പിന്നെ ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. അത് ഏത് വിഭാഗമാണ് ചിലപ്പോൾ ചോദിക്കാൻ, പഠിക്കണം. ചോദ്യം ചിലപ്പോൾ എങ്ങനെ വരുന്നറിയോ, 2025 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച പ്രവീൺ കുമാർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പാരാ അത്ലറ്റ് ആണ് കേട്ടോ. പാരാ അത്ലറ്റ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി, ഡി ഗുഗേഷ് ചെസ് ആണ്, മനു ഭാക്കർ പിന്നെ നമുക്ക് സ്ഥിരം അറിയാവുന്നതാണ്, ഷൂട്ടിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലെ. അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. ക്ലാസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ, താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ മടി കാണിക്കാൻ പാടില്ല, ജസ്റ്റ് ഒരു കമന്റ് ഇട്ടിട്ട് പോവുക, നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ ഷോർട്ട് ഏരിയ ക്ലാസ്സുകൾ എപ്പോൾ കണ്ടുവരിക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. വലിച്ചുവാരി പഠനമില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം പോവുകയാണ്. സപ്പോർട്ട് ചെയ്യുക.